ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരാൾക്ക് പുതിയ അറിവായിരുന്നു ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് മുന്നോട്ട് വെച്ചത്. ചന്ദനമരം കൂടെയുള്ള ഒരു ഭൂമി ഉണ്ടാക്കിയ ആശയക്കുഴപ്പവും സംശയങ്ങളും മറികടന്നത് എങ്ങനെയെന്ന് നമുക്ക് കണ്ടു നോക്കാം. സാറിന്റെ പേരെന്താ? എൻ്റെ പേര് ജോഷി ദേവസ്യ. സ്ഥലം? കോട്ടയം. കോട്ടയത്ത് നിന്ന് വയനാട് പുൽപ്പള്ളിയിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങാനുണ്ടായ പ്രചോദനം എന്താണ്? എൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ എനിക്ക് 3 ആൺകുട്ടികളാണ്. അപ്പം എപ്പോഴും ഞാൻ നല്ല ഏതെങ്കിലും പ്രോജക്റ്റ് ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി കേൾക്കാനിടയായത്. അതും ഭൂമിയാണ്. ഭൂമിയിലാകുമ്പോഴത്തേക്ക് എനിക്ക് പേടിക്കൊന്നും വേണ്ട. സ്വാഭാവികമായിട്ട് എൻ്റെ പിന്നെ വയനാടാണെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ പ്രോജക്റ്റിനെ പറ്റി കേട്ടു, കമ്പനിയെ പറ്റി ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള എല്ലാം കമ്പനിയാണ് ചെയ്തു തരുന്നത്. അപ്പം ഞാൻ സാറ്റിസ്ഫൈഡായി. അപ്പോൾ അതാണ് ഞാൻ അവിടെ തന്നെ അത് നോക്കാൻ കാര്യം. അതെ, എങ്ങനെയാണ് ആ ഒരു കമ്പനിയിലേക്ക് എത്തിയത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നല്ലൊരു പ്രോജക്റ്റ് നോക്കി നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് മുഖാന്തരമാണ് ഈ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റിനെ പറ്റി എനിക്ക് കേൾക്കാനിടയായി. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. അതിനുശേഷം ചന്ദനത്തെപ്പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പോൾ ചന്ദനം കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ കയറി ചന്ദനത്തിൻ്റെ സാധ്യതകളെ പറ്റി ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് മനസ്സിലായി. അതിനല്ല എൻ്റെ വീടിനടുത്ത് കുറച്ച് പേര് ഇതുമായിട്ട് സംസാരിച്ചപ്പം അവർ കുറേ പേര് ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് അറിവ് കിട്ടി, ഞങ്ങളുടെ അടുത്ത് തന്നെ സ്ഥലത്ത്. പക്ഷേ അവർക്കവിടെ ഇത്രയും കിട്ടുമല്ലോ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, അവർക്ക് കാതലുണ്ടാവുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഈ വയനാട് മേഖലയൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്താകുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്നുണ്ട്, ഉയർന്ന സ്ഥലത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ കാതൽ ഫോം ചെയ്യുന്നത് എന്ന് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും വയനാട്. പിന്നെ എൻ്റെ കുറച്ച് റിലേറ്റീവ് വയനാടുണ്ട്. വയനാട് ഈ നടവയൽ, മാനന്തവാടി, ഇവിടെയൊക്കെ എൻ്റെ കുറച്ച് റിലേറ്റീവ് ഓൾറെഡി ഉണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചു ഇതിനെപ്പറ്റി, ഇങ്ങനെയുള്ള അവിടുത്തെ മണ്ണ് അവിടെ നല്ല പ്രദേശമാണോ, അവിടെ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അവിടെ വയനാട് വലിയൊരു ദുരന്തമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്തു, ഞാൻ അവിടെ പോയി, വയനാട്ടിൽ പോയി. ഇവിടുന്ന് നമുക്ക് എറണാകുളത്ത് വന്ന് കമ്പനി വക അവിടെ വണ്ടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് പോകാനൊരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ അവിടെ പോയി അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു, മണ്ണ് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലൊപ്പം തന്നെ കമ്പനിയുടെ അന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു, അവരൊക്കെ എന്നോടുകൂടി ഈ പറഞ്ഞ പ്ലോട്ട് എടുക്കാൻ തയ്യാറായിട്ട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ തയ്യാറായി. അപ്പോൾ എനിക്കൊരു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായി ഇതെടുക്കാനായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ, കാരണം ഞാൻ പറഞ്ഞ എനിക്ക് 3 ആൺകുട്ടികളാണ്. ഇവന്മാർ 2 പേര് ഇപ്പോൾ ഓൾറെഡി വിദേശത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരാൾ ആൺകുട്ടിയാണ്, അവനും ഈ പറഞ്ഞ പഠിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയത്ത് ഞങ്ങൾക്ക് വേണമല്ലോ എന്തെങ്കിലും അസറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനത് 2 എടുത്തിട്ടുണ്ട്. അതായത് 10 സെൻറ്റ്, 5 സെൻറ്റിൻ്റെ ഒരെണ്ണം ഞാൻ ഒറ്റയ്ക്കും വേറെണ്ണം ഞങ്ങൾ കൂട്ടായിട്ട് എടുത്തിട്ടുണ്ട്, 2 പേര് കൂടി എടുത്തിട്ടുണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം വളരെ ഇതാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പം ഞാൻ അവിടെ എൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, വളരെ ഹാപ്പിയാണ്. പിന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ലൈഫിൽ വളരെ ഹാപ്പിയാണിപ്പോൾ. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഒരു പ്രതീക്ഷ. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കോടീശ്വരനാകുമെന്നുള്ള രീതിയിലല്ലാതുള്ളൊരു കാഴ്ചപ്പാട് എനിക്കില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം കൂടുതൽ ഇത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ എന്തുണ്ട്, നമുക്ക് ആത്മവിശ്വാസം കൂടി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ആൾക്കാരുമായിട്ട് അവിടെ പോകുന്നുണ്ട്, ആൾക്കാരെ കൊണ്ട് ഞാനിപ്പോൾ വിൽപ്പിക്കുന്നുമുണ്ട്. കാരണം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. കാരണം ആൾക്കാർക്ക് എവിടെ ഉണ്ടല്ലോ സ്ഥലക്കച്ചവടം ചെയ്യുമ്പോഴത്തേക്കും. കാരണം ഇവിടെ നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. സാധാരണ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ സ്ഥലം എടുത്ത് വിൽക്കുമ്പോഴല്ലേ കാശ് കിട്ടുന്നത്. ഇവിടെ സ്ഥലം എടുക്കാതെ തന്നെ കമ്പനി അവിടെ സ്ഥലം എടുത്തിട്ടുണ്ട്, ഏക്കറക്കണക്കിന് സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് നമുക്ക് വിൽക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഹാപ്പിയായി. ഇതാണ് എൻ്റെ സാധ്യത. പിന്നുള്ളതാണ് ഒരു മണി ചെയിൻ പോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരാളെടുത്ത് അങ്ങനെ എന്തെങ്കിലും സംശയം അതിലുണ്ടായിരുന്നോ? റിയൽ എസ്റ്റേറ്റ് മാഫിയ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നോ? ഇല്ല, എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതായത് കമ്പനി നമ്മൾ ഇതിനായിട്ട് സംസാരിക്കുമ്പം ഇതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുമ്പം കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ജസ്പേഡ് കമ്പനി പറയുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരിത് പറയുന്നുണ്ട്, ഇത് ഇന്ന വിലയ്ക്ക് മേടിക്കുന്നതാണ്. സത്യസന്ധമായിട്ടാണ്. എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെ ക്ലിയറായിട്ടാണ് നമുക്ക് കാര്യം പറഞ്ഞു തരുന്നത്. ഇത്ര രൂപയ്ക്ക് എടുക്കുന്ന സാധനമാണ്, ഇത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളെടുത്തത്. കാരണം നമുക്കറിയാമല്ലോ മാം, അതായത് ഇപ്പം
ഇപ്പോൾ അറിയാം ഒരു കുപ്പി വെള്ളം അല്ലേ, ഒരു കുപ്പി വെള്ളം നമ്മൾ സാധാരണ കടയിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം 20 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. അത് ഒരു പക്ഷേങ്കിൽ നമ്മൾ എയർപോർട്ടിലാണെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടി അല്ലേ, അത് ഫ്ലൈറ്റിലാണെങ്കിൽ വീണ്ടും വാല്യൂ കൂടി. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇവിടെ വാല്യൂ കൂട്ടിത്തരികയാണ്. നമ്മുടെ ഭൂമിക്ക് എപ്പോഴും വാല്യൂ കൂട്ടുന്നത്. ഇപ്പം ഞാൻ മേടിച്ചതിനേക്കാളും വാല്യൂ ഇപ്പോൾ കൂടി. ഇനി എനിക്ക് നല്ല ഉറപ്പാണ്, ഇനി എനിക്ക് 15 വർഷം കാത്തിരുന്നില്ലെങ്കിൽ പോലും ഒരു 5-6 വർഷം കഴിയുമ്പം ഞാൻ മേടിച്ച സ്ഥലത്ത് ചന്ദനം വളരും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വിൽക്കാം, എനിക്ക് കൂടിയ വിലയ്ക്ക് വിൽക്കാം. കാരണം അത്രമാത്രം ഒരു അസറ്റാണ് ഞാൻ മുടക്കിയിരിക്കുന്ന അസറ്റാണ്. ഇനിയും എനിക്ക് എന്തുണ്ട്, ഇനിയും ഞാൻ ഒരു കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ പ്ലോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. മനസ്സിലായി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം വളരെ ഹാപ്പിയാണ്. കാരണം എവിടെ കിട്ടുന്നതിനെക്കാട്ടിലും നിസ്സാര കാര്യമല്ല. നമ്മളിപ്പോൾ സാധാരണ ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, അവർ ക്യാഷ് ഉണ്ടെങ്കിൽ കൊണ്ട് FD ഉണ്ട്, കാരണം റിസ്ക് എടുക്കാൻ തയ്യാറില്ല അല്ലേ. എന്നിട്ട് അതിൻ്റെ ഒരു ലാഭം മാത്രമാണ് അവർ നോക്കുന്നത്. പക്ഷേ അത് എത്ര മടങ്ങ് വർദ്ധിക്കണം, അത് ഇരട്ടിയാണെങ്കിൽ എത്ര വർഷം എടുക്കും. പക്ഷേ ഇവിടെ 15 വർഷം കൊണ്ട് ഇവിടുന്ന് കിട്ടാവുന്നത് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് പോലും ഏകദേശം 10 മടങ്ങ്. ഇപ്പോൾ ഏകദേശം ഒരു 5 സെൻറ്റ് ഭൂമിയിലെ ഒരു 20 ചന്ദന തൈകളാണ് അവിടെ ഉള്ളത്. ആ 20 ചന്ദന തൈകൾക്കകത്ത് വന്ന് നമുക്ക് അത് വളർന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വില വെച്ചിട്ട് 1.5 കോടി മേളിൽ കിട്ടുമെന്നുള്ളത് സർക്കാരിൻ്റെ കണക്കിൽ നിന്ന് നമുക്ക് സാധിക്കാം. മനസ്സിലായി. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഇവിടെ ഇനി വരുന്ന സമയത്ത് ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ചന്ദനത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഒരു കോടീശ്വരനാകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിനകത്ത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇത് അറിഞ്ഞപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പെങ്ങൾ എടുത്തിട്ടുണ്ട്. പെങ്ങൾ അതുകൂടെ എൻ്റെ പെങ്ങളുടെ മകൻ UK യിലാണ്. അവനോട് ഇത് പറഞ്ഞപ്പോഴത്തേക്കും അവന് ഒരു EMI, കാരണം കമ്പനി ഒരു EMI സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് വിത്തൗട്ട് ഇൻട്രസ്റ്റിൽ. അപ്പോൾ അത് പറഞ്ഞപ്പം അവനെന്ത് ചെയ്തു, മാസം അവന് ഈ പറഞ്ഞ പോലെ EMI അടയ്ക്കുന്നുണ്ട്. അങ്ങനെ പ്ലോട്ട് സ്വന്തമാക്കാം. മനസ്സിലാലേ. അതെല്ലാം സത്യത്തിൽ ജെന്യൂനാണ്. നമ്മളിപ്പോൾ ഇതാരെന്ത് പറഞ്ഞാലും ഇത് ജെന്യൂനാണ്. നമ്മുടെ ഭൂമി നമുക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് തരുന്നുണ്ട്, നമുക്ക് ഒന്ന് കാണാം, നമുക്ക് മൊബൈലിൽ കൂടെ കാണാം. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും, കാരണം ഒരിടത്തും കിട്ടാത്തൊരു ഫെസിലിറ്റിയാണ് ഈ ജസ്പേഡ് ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നിനും വറീഡാവണ്ട. അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഇതെല്ലാം കമ്പനി ചെയ്യുന്നുണ്ട്. സാധാരണ അറിയാമല്ലോ, നമ്മളിതിന് വേണ്ടി വീണ്ടും ഇതിന് മുടക്കണം, അതിന് പണിക്കാരെ നിർത്തണം, എത്രയോ രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആകും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ എപ്പോഴും ഞങ്ങൾ കൊടുത്ത പൈസ അത് ഞങ്ങൾക്ക് ലാഭമാണെന്ന് പറയത്തുള്ളൂ. കമ്പനി കുറച്ചുകൂടി മേടിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. എന്നാലും കമ്പനി എന്ത് പോകും, ഇത് ആൾക്കാർ ഏറ്റെടുക്കും. കാരണം അത്രയും നല്ലൊരു പ്രോജക്റ്റാണ്. എന്നെ സംബന്ധിച്ചോളം വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിനകത്ത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. Thanks for watching. Don't forget to like, share and subscribe for more insightful comparisons and business tips.